Hi dear friends, welcome back to my channel. ചെറിയൊരു വ്ളോഗാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൽ ഫ്രൂട്ട്സ് കസ്റ്റർഡിന്റെ ഒരു റെസിപ്പിയും പിന്നെ ഖത്തറിലൊരു ഫ്രൈഡേ ഈവനിങ് ഞങ്ങൾ പോയിട്ടുള്ള ലക്ഷൂറിയസ് മാളായ വില്ലാജിയോ മാളിലെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നും പറയുമ്പോൾ തന്നെ ഒരു പുതിയ യൂട്യൂബർ എന്ന നിലയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഫ്രൂട്ട്സ് കസ്റ്റഡിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴുകി നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് മുന്തിരി, ആപ്പിൾ, കിവി, ഓറഞ്ച്, ചെറിയ പഴമാണ്. അടുത്ത് ഇതിനായി വേണ്ട പാല് എടുക്കുകയാണ്. ഏകദേശം 3.5 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര പാലാണോ വേണ്ടത് അത്ര വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ 3.5 ഗ്ലാസ് പാലെടുത്തതിൽ നിന്ന് കുറച്ചൊരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാല് തിളപ്പിക്കാൻ വെക്കാം. ഇനി മാറ്റി വെച്ച പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കാരണം ചൂടുള്ള പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്താൽ അത് കട്ടിയായി പോവും. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലിലേക്ക് കസ്റ്റാർഡ് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. കസ്റ്റാർഡ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കുക ഒരു സൈഡിലേക്ക്. ഇനി തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന പാലിലേക്ക്, പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഏകദേശം 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ഞാൻ എൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് 1 കപ്പ് ഇട്ടത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ആഡ് ചെയ്യാം. കാരണം അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കണം ഇതിന്. മധുരം കുറഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം അതിനുശേഷം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെ ഫുള്ളായിട്ട് ആ കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കുറച്ച് കുറുക്കി എടുക്കണം. കസ്റ്റാർഡ് പൗഡർ അധികം ആവാൻ പാടില്ല. കാരണം നമ്മൾ നല്ല കട്ടിയിലുള്ള ഐറ്റം അല്ല ചെയ്യുന്നത്, കുറച്ച് ലൂസായിട്ടുള്ള റൈറ്റാണ്. ഇപ്പൊ കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. പിന്നെ ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഈ കസ്റ്റാർഡ് മിക്സ് ഏത് പാത്രത്തിലേക്കാണോ സെർവ് ചെയ്യേണ്ടത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് ബ്രെഡിന്റെ പൗഡറാണ്. ഒരു 2 പീസ് ബ്രെഡ് ഞാനൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതാണ് ഈ കസ്റ്റാർഡിന് ഏറ്റവും അധികം ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സെറ്റായി വരുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ്. പിന്നെ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിലൊരു ഐറ്റാണിത്. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നോമ്പിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവും വീട്ടിൽ. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആകുമ്പം ഫ്രൂട്ട്സ് അധികം കഴിക്കാനും പറ്റില്ല. അപ്പൊ ഈ ഒരു ടൈപ്പിൽ നമ്മൾ കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ബ്രെഡ് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് തണുപ്പിച്ചിട്ടും കഴിക്കാം. പക്ഷെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് ഒരുപാട് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ബ്രെഡിന്റെ പൊടിയും ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്ന് സെറ്റായി വന്ന് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിട്ടുള്ളത്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഖത്തറിലുള്ള ദോഹയിലെ ലക്ഷൂറിയസ് മാളിലൊന്നായ വില്ലാജിയോ മാളിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. നല്ല തണുപ്പുള്ള ദിവസമായതിനാൽ പാർക്കിലും മറ്റൊന്നും പോകാൻ പറ്റില്ല. പിന്നെ മാളുകളിൽ തന്നെയാണ് എല്ലാവരും വരുന്നത്. അപ്പം നല്ല റഷ് ഉണ്ടാവും. സാധാരണ ഉള്ളൊരു മാളിനേക്കാളും ഒരുപാട് ബ്യൂട്ടിഫുൾ ആണ്, ഒരുപാട് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര വന്നാലും മടുക്കാറില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 13 ലക്ഷറി സിനിമ തിയേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഐമാക്സ് 3D തിയേറ്ററുള്ള ഖത്തറിലെ ഒരേ ഒരു മാളാണിത്. ദോഹയിലുള്ള അൽവാബ് സ്ട്രീറ്റിലാണ് ഈ വില്ലാജിയോ മാൾ ഉള്ളത്. അപ്പോൾ ഏകദേശം 50,000 വിസിറ്റേഴ്സ് എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 1.5 മില്യൺ ആൾക്കാർ ഏകദേശം ഒരു മാസം ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് പോലും. പിന്നെ കാരിഫോർ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒരു ഔട്ട്ലെറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത്യാവശ്യം പർച്ചേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. പിന്നെ വില്ലാജിയോ മാളിന്റെ വേറൊരു പ്രത്യേകതയാണ് ഇതിന്റെ റൂഫ്. മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് ശരിക്കും ആകാശം പോലെ കാണാം. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ സ്പേസിലൂടെ ഇങ്ങനെ നടന്നു പോകും പോലെ തോന്നുക. രാവിലെ പോയാലും രാത്രി പോയാലും നല്ലൊരു വൈകുന്നേരമൊക്കെ നടന്നു പോകുന്ന ഫീലാണ് ഉണ്ടാവുക. നമ്മളിങ്ങനെ നടന്നു പോകുന്നതിന്റെ രണ്ട് സൈഡിലും ഹൈലി ബ്രാൻഡഡ് ആയ ഷോപ്സാണ് ഉള്ളത്. ക്ലോത്ത്സിൻ്റെതായാലും ഓർണമെന്റ്സ്, പെർഫ്യൂംസ്, അങ്ങനെ എല്ലാ ടൈപ്സ് ബ്രാൻഡഡ് ഷോപ്സും ഉണ്ട്. നമ്മൾ സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയതൊന്നുമല്ല. നമ്മൾക്ക് ഇവിടെ മാള് ശരിക്കും ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കാൻ തന്നെ ഒരുപാടുണ്ട്. ഒരു 3-4 മണിക്കൂറൊക്കെ വേണ്ടി വരും ഇതൊന്ന് നടന്ന് കാണാൻ വേണ്ടി തന്നെ. ഈ മാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ മാളിന്റെ നടുവിലായിട്ട് ഇൻഡോർ കനാൽ ഉണ്ട്. അതായത് നമ്മളെ കുഞ്ഞു തോട് ഈ മാളിന്റെ ഒത്ത നടുവിലായിട്ടാണ് ഉള്ളത്. നല്ല ക്ലിയർ വാട്ടറാണ്, ബ്ലൂ കളറിൽ. അതിൽ കുറേ തോണികളുണ്ട്. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതായിട്ട് കാണാം. നല്ല ഭംഗിയുള്ള തോണികളാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഇതിലുള്ള യാത്ര. അധികം ആൾക്കാർ ഇവിടെ വന്നാൽ ഇതിലൂടെ പാസ് ചെയ്യാറുണ്ട്. ഇനി ഈ മാളിന്റെ ഒരു പ്രത്യേകത, ഈ മാളിന്റെ അകത്ത് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള യുണീക്ക് അട്രാക്ഷൻ തന്നെയാണ് ഇതിന്റെ ഇന്റീരിയർ ഡിസൈനിങ്. ഓരോ ഷോപ്പും ഓരോ സൈഡ്സും വളരെ ഭംഗിയായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പില്ലേഴ്സിലുള്ള ലൈറ്റ്സ് ആണെങ്കിലും അതിൽ ഹാങ് ചെയ്യുന്ന ഫ്ലവേഴ്സ്, അങ്ങനെ നമുക്ക് ഓരോ മുക്കിലും മൂലയിലും കാണാൻ മാത്രം ഒരുപാടുണ്ട്. പിന്നെ ഇൻഡോർ കനാലിൻ്റെ 2 സൈഡ്സിലായിട്ടാണ് ഒരുപാട് ഷോപ്സും റെസ്റ്റോറൻറ്റ്സ്, കഫേസ് ഒക്കെ ഉള്ളത്. അപ്പം ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടി കുറേ ബ്രിഡ്ജസ് ഇവിടെ കാണാം. നല്ല ഭംഗിയുള്ള ബ്രിഡ്ജസ് ആണ്. നമുക്ക് അപ്പുറത്തിപ്പുറത്ത് വേണമെങ്കിൽ അതിലൂടെ ക്രോസ് ചെയ്ത് പോകാം. പിന്നെ കിഡ്സിന്റെ പ്ലേ ഏരിയ വേറെ തന്നെ ഉണ്ട്. ഗൊണ്ടലോണിയ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ് വേറെ തന്നെ ഒരു കോർണറാണ്. അതിൽ ഒരുപാട് റൈഡ്സും കാര്യങ്ങളും ഒക്കെ ആയി കുട്ടികളുടെ ഒരു ലോകം തന്നെയാണത്. ഇതതിന്റെ പുറത്ത് വെച്ചിരിക്കുന്ന കോസ്റ്റ്ലി ആയിട്ടുള്ള കുറച്ച് ബൈക്കാണ്. അപ്പൊ കുട്ടികളൊക്കെ അതിന്റെ പുറത്ത് കയറി ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് മോനെയും കൂടി ഒന്ന് ജസ്റ്റ് ഇരുത്തി ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. അത്രയും നല്ല കാഴ്ചകളും കാര്യങ്ങളാണ് വില്ലാജിയോയിലുള്ളത്. പിന്നെ എല്ലാ മാളിലും പോയാൽ ലാസ്റ്റായിട്ട് പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. വളരെ വിശാലമായ ഫുഡ് കോർട്ട് തന്നെയുണ്ട് വില്ലാജിയോന്. എല്ലാ ടൈപ്സ് ഓഫ് ഫുഡും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് പോയാൽ തന്നെ ഭയങ്കരമായിട്ട്
അപ്പോൾ ഫുഡിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരും. അപ്പോൾ എന്തെങ്കിലും കഴിക്കാതിരിക്കാനും പറ്റില്ല, പ്രത്യേകിച്ച് കുട്ടികളും കൂടി ഉണ്ടായതുകൊണ്ട്. പിന്നെ നല്ല വിശാലമായിട്ടുള്ള ഇൻഡോർ ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഒരു ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പണിയൊക്കെ നടക്കുമായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. അപ്പം ഞങ്ങളും ഒന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടുന്ന് പിസ്സ ആയിരുന്നു അന്ന് കഴിച്ചിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു വെള്ളിയാഴ്ചത്തെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.